CPIM PB അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് കാസർഗോഡ് ഉജ്ജ്വല തുടക്കം. പ്രകാശ് കാരാട്ടാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ പിണറായി വിജയൻ സംസാരിക്കുകയാണ്. ഞങ്ങളുടെ എതിർപ്പ് കൊണ്ട് ഒരു വികസന പദ്ധതിയും ഇവിടെ തടയപ്പെട്ടിട്ടുമില്ല. പക്ഷേ എന്താണ് കേരളത്തിന്റെ അനുഭവം? UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 5 വർഷം തികയാൻ പോകുന്നു. ഈ 5 വർഷ കാലയളവിനുള്ളിലുള്ള നമ്മുടെ അനുഭവം പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥാപനം ചൂണ്ടിക്കാണിച്ച് ഇതാ ഞങ്ങൾ സ്ഥാപിച്ചതാണിത് എന്ന് പറയാൻ UDF-നില്ല. ഇപ്പൊ കേരളം ഏറ്റവും വലിയ വൈദ്യുതി ക്ഷാമം അനുഭവിക്കുകയാണ്. LDF ഗവൺമെന്റ് പ്രഖ്യാപിച്ചൊരു പദ്ധതിയായിരുന്നു ചീമേനിയിലെ വൈദ്യുത പദ്ധതി. LNG ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആ പദ്ധതി നടപ്പാക്കേണ്ടത്. LNG ഇവിടെ എത്തണമെങ്കിൽ അതിന്റെ പൈപ്പ് ലൈൻ ഇടണം. ഇതേവരെ ആ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ UDF ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. ജനങ്ങളോടും നാടിനോടും പ്രതിബദ്ധതയുണ്ടെങ്കിൽ മാത്രമേ നാടിന്റെ വികസനം ഉറപ്പുവരുത്താൻ കഴിയൂ. ഇവിടെ സഖാവ് പ്രകാശ് കാരാട്ട് സംസാരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പുരോഗതിയുടെ ചില മേഖലകൾ സ്പർശിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ലാഭത്തിലായി. എന്നാൽ ഇപ്പോ ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തെ ഒന്നിനെയും കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. നമ്മുടെ ആശുപത്രികൾ ഏറെക്കുറെ സ്വയം പര്യാപ്തമായിരുന്നു ആ ഘട്ടത്തിൽ.